ഇതാണ് പറയുന്നത്, ഇഫ് വി സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് ട്രിപ്പിൾ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ വി ഗെറ്റ് ദ നമ്പർ 1, 3, 9, 27, 81 എക്സെട്ര. ഫോർ ദീസ് ഓൾസോ ആർ ദ റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് പ്രോബ്ലം ട്രൂ വൈ. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ കണ്ടീഷനിൽ കണ്ട പോലെ തന്നെയാണോ എല്ലാ കേസസും എന്നാണ് ചോദ്യം. അതായത് ആദ്യത്തെ 1ഉം 4ഉം എടുത്താലുള്ള പെയറും 2ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പെയറും സെയിം ആണോ. അതായത് ഫസ്റ്റ് ചോദ്യത്തിൽ ചെയ്ത എല്ലാ റൂൾസും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 1ൽ തുടങ്ങി 3 മടങ്ങുകൾ എടുത്താൽ കിട്ടുന്നത് 1, 3, 9, 27, 81 എക്സെട്ര എന്നീ സംഖ്യകളാണ്. ഇവയിൽ ആദ്യത്തെ കണക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാകുമോ? എന്തുകൊണ്ട്? ആദ്യത്തെ കണക്കിൽ പറഞ്ഞിരുന്നത് എന്താ? 1ാമത്തതും 4ാമത്തതും തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതും സെക്കൻഡും തേർഡും തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതും സെയിം ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? ഓക്കെ, നമ്പറൊന്ന് എഴുതാം. 1, 3, 9, 27, 81 എക്സെട്ര. ഇതിൽ തുടർച്ചയായ 4 നമ്പേഴ്സ് മാത്രം നമ്മൾ ചൂസ് ചെയ്തു. 1, 3, 9, 27 ഇത്രയും നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു. അതിൽ 1ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്തു. സോറി, ആഡില്ല, മൾട്ടിപ്ലിക്കേഷൻ. 1 ഇൻറ്റു 27 ദാറ്റ് ഈസ് ഈക്വൽ ടു 27. അടുത്ത എന്താണ്? 3 ഇൻറ്റു 9 അതെന്താണ്? 27 അല്ലെ? രണ്ടും സെയിം ആണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും സെയിം ആവാനുള്ള കാരണം? അപ്പോൾ നമ്മളുടെ റൂൾ പ്രകാരം എന്താണ്? ഈ 1 എന്ന നമ്പറിനോട് കൂടി ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു 27 എന്ന നമ്പറിനോട് കൂടി ഞാൻ 3 ഡിവൈഡ് ചെയ്തു. സോ 1 ഇൻറ്റു 3 3 ഇൻറ്റു 27/3 എന്താ? 9 വരും അല്ലേ? 27/3 9. സോ 9 3s are 27. സോ ആ റൂൾ പ്രകാരം എന്താണ്? ഒരു തുടർച്ചയായ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സിനോട് കൂടി അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കൃത്യമായ ഒരു സംഖ്യ ഗുണിക്കുകയോ അതേ സംഖ്യ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് അതേ ആൻസർ തന്നെ കിട്ടും. ഡിഫറൻസ്, അതായത് ആ സംഖ്യകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും ഒരേ റേഷ്യോയിൽ തന്നെയാണെങ്കിൽ ആൻസേഴ്സ് സെയിം ആയിരിക്കും. 4 എണ്ണത്തിന് വരെ നമ്മൾ 3 എണ്ണം ചൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടാവും. 3 എണ്ണം ചൂസ് ചെയ്യാം. 1, 3 and 9. 3 എണ്ണം ചൂസ് ചെയ്യുമ്പോൾ 1നോട് കൂടി 9 ആഡ് ചെയ്യുന്നു. 1 ഇൻറ്റു 9 9 വരും. 3നോട് കൂടി 3 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. 3 3s are 9. ഓക്കെ, അതായത് നമ്മൾ 3 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതായത് 3യുടെ ട്രിപ്ലറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 3 ചെയ്താൽ മതി. മുമ്പേ ആണെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 2 ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നതിൻ്റെ റീസണായിട്ട് നിങ്ങൾക്ക് ഈ തിയറം എഴുതിയാൽ മതി. 2 സംഖ്യകളുടെ ഗുണനഫലവും അതിലൊന്നിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും മറ്റൊന്നിനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയും ചെയ്ത സംഖ്യകളുടെ ഗുണനഫലം തുല്യമാണ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോടെ ആ ചോദ്യത്തിൻ്റെ കൂടെ എഴുതി വെച്ചാൽ മതിയോ? അത്രേ ഉള്ളൂ. ഓക്കെ.